identify and sketch sketch 9x square minus 24xy plus 16y square minus 80x minus 60y plus 100 equal to 0. Done. അപ്പൊ നമ്മള് കാര്യത്തിലേക്ക് കിടക്കുന്നു. ഇവിടെ എ എന്ന് പറയുന്നത് 9 ആണ്, ബി എന്ന് പറയുന്നത് -24 ആണ്, സി എന്ന് പറയുന്നത് 16 ആണ്. കോട്ട് 2 തീറ്റ ഈക്വൽ ടു എ മൈനസ് സി ബൈ ബി. That is equal to 9 minus 16 by 24 minus 24. That is minus 7 by minus 24. That is equal to 7 by 24. Cot 2 theta എന്ന് പറയുന്നത് 7 by 24 ആണ്. ഈ 7 by 24 എന്ന് പറയുന്നത് കോട്ടിന്റെ നമുക്ക് അറിയാവുന്ന വാല്യൂവിന്റെ കൂട്ടത്തിലുള്ള ആരുമല്ല. അറിയാവുന്ന വാല്യൂവിന്റെ കൂട്ടത്തിലുള്ള ആരുമല്ല. സംഭവം കോട്ട് എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ കോട്ട് എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ കോട്ട് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് 7, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 7 ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 24 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടെ രണ്ടുപേരുടെ സ്ക്വയറിന്റെ സം 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. ഇവിടെ 24 സ്ക്വയർ എന്ന് പറയുന്നത് 24 സ്ക്വയർ is 576. 576 പ്ലസ് 49 എന്ന് പറയുന്നത് 625 ആണ്. റൂട്ട് 625. റൂട്ട് 625 നമുക്കറിയാം 25. അപ്പൊ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് 25 കിട്ടി. ഡൺ. നൗ നമുക്ക് വേണ്ടത് കോസ് ടു തീറ്റയാണ്. കോസ് ടു തീറ്റ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കോട്ടിൽ നിന്ന് നമ്മൾ കോസ് കണ്ടുപിടിക്കും. കോസ് ടു തീറ്റ. ഇവിടെ ആംഗിൾ 2 തീറ്റയാണ്, മാറിയിട്ടില്ല. കോസ് ടു തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് 25 ആണ്. കോസ് ടു തീറ്റ 7/25. കോസ് ടു തീറ്റ 7/25. ഇനിയാണ് കോസിന്റെ രണ്ട് ഫോർമുലകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കോസ് ടു തീറ്റ ഈക്വൽ ടു 1 - 2 സൈൻ സ്ക്വയർ തീറ്റയും കോസ് ടു തീറ്റ ഈക്വൽ ടു 1 + 2 കോസ് സ്ക്വയർ തീറ്റയും. കോസ് ടു തീറ്റയ്ക്ക് രണ്ട് ഫോർമുലകളാണുള്ളത്. 1 - 2 സോറി, ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 2 കോസ് സ്ക്വയർ തീറ്റ -1 ആണ്. ചെറിയ തെറ്റാണ്, തിരിയാണ്. 2 കോസ് സ്ക്വയർ തീറ്റ -1. 2 കോസ് സ്ക്വയർ തീറ്റ -1 തിരിഞ്ഞു പോയതാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കോസ് ടു തീറ്റ ഈക്വൽ ടു 1 - സൈൻ സ്ക്വയർ തീറ്റയും കോസ് ടു തീറ്റ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ -1. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ നിന്ന്, ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 - കോസ് ടു തീറ്റ. 1 - കോസ് ടു തീറ്റയാണ്. Therefore, this is equal to 1 - 7/25. 1 - 7/25. That is equal to 25 - 7/25. 25 - 7/25. That is equal to 18/25. 18/25.
2 സൈൻ സ്ക്വയർ തീറ്റ ആണ് 18/25. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9/25. റൂട്ട് എടുക്കുമ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/5. സൈൻ തീറ്റ ഈക്വൽ ടു 3/5 റൂട്ട് എടുക്കും. വീണ്ടും പറയുന്നു, സൈൻ സ്ക്വയർ തീറ്റ ഈ ഫോർമുല അനുസരിച്ച് 2 സൈൻ സ്ക്വയർ തീറ്റ ഈ ഫോർമുല അനുസരിച്ച് 1 മൈനസ് കോസ് 2 തീറ്റയാണ്. അവിടുന്ന് 2 സൈൻ സ്ക്വയർ തീറ്റ 18/25 കിട്ടി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 9/25 കിട്ടും. റൂട്ട് എടുക്കുമ്പോൾ 3/5 കഴിഞ്ഞു. ഇനി അടുത്ത് ഇവിടെ 2 കോസ് സ്ക്വയർ തീറ്റ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോസ് 2 തീറ്റ പ്ലസ് 1 എന്ന് കിട്ടും. കോസ് 2 തീറ്റ പ്ലസ് 1. Therefore, this is equal to cos 2 theta എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് 7/25 ആണ്. 7/25 പ്ലസ് 1. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 32/25 എന്ന് കിട്ടും. 32/25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 16/25 എന്നാവും. റൂട്ട് എടുക്കുമ്പോൾ cos തീറ്റ ഈക്വൽ ടു 4/5 എന്നാവും. 4/5 ഡൺ. അപ്പൊ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ കിട്ടി. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ കിട്ടി. 3/5 4/5 റെസ്പെക്റ്റീവ്ലി 3/5 4/5. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോർമുല കണ്ടുപിടിക്കാം. എക്സിന്റെയും വൈന്റെയും ഫോം. എപ്പോഴും ഈ ഫോർമുല ഓർമ്മ വേണം, ഒരിക്കലും മറക്കരുത്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് കോസ് തീറ്റ മൈനസ് വൈ ഡാഷ് സൈൻ തീറ്റ. y is equal to x dash sin theta plus y dash cos theta. Done. Therefore, x is equal to x dash cos theta 4/5 ആണ്, minus y dash sin theta 3/5 ആണ്. ഒന്ന് വൃത്തിക്ക് എഴുതുമ്പോൾ 4x dash minus 3y dash by 5. ഇനി y is equal to x dash sin theta 3/5 plus y dash cos theta 4/5, which is equal to 3x dash plus 4y dash by 5. അപ്പൊ എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടി. എക്സിന്റെയും വൈന്റെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഈ രണ്ട് കിട്ടിയ വാല്യൂവിനെ യഥാർത്ഥ ഇക്വേഷനിൽ തിരിച്ചു കൊടുക്കുക. അപ്പൊ എക്സ് വൈയുടെ ടേം ക്യാൻസൽ ആയി പോണം. അതാണ് ലക്ഷ്യം. എക്സ് ഇൻറ്റു വൈ എന്ന ടേം, ക്രോസ് പ്രോഡക്റ്റ് ടേം ക്യാൻസൽ ആയി പോണം. അത് ക്യാൻസൽ ആയി പോയില്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എവിടെ തെറ്റുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോ 9x² ആണ്. അത് 4x dash minus 3y dash by 5 the whole square. 5 into square 25 the whole square minus 24 into x into y. 4x dash minus 3y dash into 3x dash plus 4y dash. താഴെ 5 into 5 ആണ്. 5 into 5 25. 5 into 5 25 plus 16 into y square. 16 into y square. അത് 3x dash plus 4y dash the whole square by 5 square 25. By 5 square 25. Done. Minus 80 into x ആണ്. x എന്ന് പറയുമ്പോൾ 4x dash minus 3y dash divided by 5. Minus 60y ആണ്. 60y 3x dash plus 4y dash divided by 5 plus 100 equal to 6. Right. Expanding 9/25 കിട്ടും. a minus b the whole square. a square 16x dash square minus 2ab 2 into 4 into 3. അതായത് minus 24 into x dash y dash. പിന്നെ ഇയാളുടെ സ്ക്വയർ 9y dash സ്ക്വയർ
9y dash squared. Okay. Minus 24 by 5 into 4x dash into 3x dash is 12x dash square. അടുത്ത 4x dash into 4y dash is 16x dash y dash minus 3y dash into 3x dash minus 9x dash y dash. 16 minus 9. 16 minus 9 ആണ് നമുക്കിന്ന് കിട്ടുന്നത്. 16 minus 9 എന്ന് പറയുമ്പോൾ 7 ആണ്. 7x dash y dash minus 3y dash into 4y dash is minus 12x dash y dash. Minus 12x dash y dash. Sorry, x dash y dash അല്ല, തെറ്റിപ്പോയതാണ്. y dash squared ആണ്. y dash squared. y dash squared. 3y dash into 4y dash. y dash square ആണ്. പ്ലസ് ഇവിടെയും 16 by 25. 16 by 25 ഇയാളുടെ സ്ക്വയർ 9x dash സ്ക്വയർ 9x dash സ്ക്വയർ 2ab 2 into 3 into 4 24x dash y dash 24x dash y dash 24x dash y dash plus 4y dash the whole square is 16y dash square 16y dash square. Now 80 by 5. 80 by 5 is 1, 6, 16. 16 into 4x dash minus 3y dash. 4x dash minus 3y dash. Done. ഇനി അടുത്ത 60 by 5. 60 by 5 is 12. Minus 12 into 3x dash plus 4y dash plus 100 equal to 0. Plus 100 equal to 0. Done. Done. ശരി, ഇനി ബാക്കി ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പോലും സ്മാർട്ടായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരെയും വാരി വലിച്ച് ചെയ്യാൻ നിൽക്കരുത്, അത് അബദ്ധമാണ്. ഞാൻ ആദ്യം എക്സ് ഡാഷിന്റെ കോഎഫിഷ്യൻസിനെ തേടി പോവുകയാണ്. എക്സ് ഡാഷിന്റെ കോഎഫിഷ്യൻസിനെ തേടി പോവുകയാണ്. എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 9/25 into 16 എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 24/5 into 12 എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 16/25 into 9 എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ ഒന്നും എക്സ് ഡാഷ് സ്ക്വയറിന്റെ ടേം ഇല്ല. അപ്പൊ ആദ്യം ഞാൻ എക്സ് ഡാഷ് സ്ക്വയറിന്റെ ആൾക്കാരെയാണ് എടുക്കുന്നത്. എക്സ് ഡാഷ് സ്ക്വയറിന്റെ ആൾക്കാരെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോ 9/25 into 16. 9/25 into 16. അടുത്ത് മൈനസ് 24/5 into 12. ഇനി അടുത്ത പ്ലസ് 16/25. 16/25 into 9 x dash squared plus ഇനി നമുക്ക് x into y, x dash into y dashന്റെ ആൾക്കാരെ നോക്കാം. x dash into y dashന്റെ ആൾക്കാരെ നോക്കാം. 9/25 into minus 24 minus 24/5 into 7 16/25 into 24. പിന്നെ എക്സ് ഡാഷ് വൈ ഡാഷിന്റെ ആൾക്കാരൊന്നും ഇല്ല. അപ്പൊ അവരെ എല്ലാവരും എഴുതുകയാണ്. മൈനസ് 9/25 into 24 മൈനസ് 24/5 into 7 പ്ലസ് 16/25 into 24 into 24 എക്സ് ഡാഷ് വൈ ഡാഷ്. എക്സ് ഡാഷ് വൈ ഡാഷിന്റെ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത വൈ സ്ക്വയർഡിന്റെ ആൾക്കാരാണ്. വൈ ഡാഷ് സ്ക്വയർഡിന്റെ ആൾക്കാരാണ്. വൈ ഡാഷ് സ്ക്വയർഡ് 9/25 into 9
-24/5 into -12. അത് പ്ലസ് ആയി മാറും. പ്ലസ് ആയി മാറും. ഇനി 16/25 into 16. പിന്നെ x dash y ഡാഷിന്റെ ടേം ഒന്നുമില്ല. സോറി, y dash സ്ക്വയറിന്റെ ടേം ഒന്നുമില്ല. Therefore, this is equal to 9/25 into 9. 9/25 into 9. മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയിട്ട് 24/5. 24 ഇവിടെ എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. 24/25 ആയിരുന്നേ. 24/25 ആണ്, തെറ്റ് പറ്റിയതാണ്. 24/25 ആയിരുന്നു എല്ലാവരും മാറിപ്പോയതാണേ. 24/25 into 12 പ്ലസ് 16/25 into 16. The whole into y dash square. Whole into y dash square. ഇനി ബാക്കിയുള്ളത് എക്സ് ഡാഷിന്റെ വൈ ഡാഷിന്റെ ആൾക്കാരാണ്. -16 into 4x dash, -12 into 3x dash, -12 into 3x dash. അപ്പോ എക്സ് ഡാഷിന്റെ ആൾക്കാർ, സിംഗിൾ ടേമിന്റെ ആൾക്കാര് -16 into 3 -3. അപ്പൊ -16 into 4x dash പ്ലസ് അടുത്ത -12 into 3 എക്സ് ഡാഷിന്റെ ആൾക്കാർ. ഇനി അടുത്ത വൈ ഡാഷിന്റെ ആൾക്കാരാണ്. വൈ ഡാഷിന്റെ ആൾക്കാർ -16 into -3. ഇപ്പൊ 16 into 3 പ്ലസ് അടുത്ത -12 into 4 വൈ ഡാഷ് പ്ലസ് 100 equal to 0. പ്ലസ് 100 equal to 0. ഡൺ. അപ്പൊ നമ്മള് ടേമിന്റെ കോഎഫിഷ്യന്റ് വൈസ് അവരെന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. ഈ ഒരു സ്റ്റെപ്പാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ അവിടെ എല്ലാവരെയും വാരി വലിച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യുന്നത് നല്ലതാണ്. എക്സ് ഡാഷ് സ്ക്വയറിന്റെ ടേമുകളെ എല്ലാം ഒരുമിപ്പിക്കുക, എക്സ് ഡാഷ് വൈ ഡാഷിന്റെ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിക്കുക, വൈ ഡാഷ് സ്ക്വയറിന്റെ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിക്കുക, എക്സ് ഡാഷിന്റെ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിക്കുക, വൈ ഡാഷിന്റെ ആൾക്കാരെ എല്ലാം ഒരുമിപ്പിക്കുക. നമ്മുടെ ലക്ഷ്യം ഈ ടേം എക്സ് ഡാഷ് വൈ ഡാഷിന്റെ കോഎഫിഷ്യന്റ് 0 ആകണം. 0 ആയില്ല എങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവരുടെയും ഡിനോമിനേറ്റർ 25 ആണ്. അപ്പൊ ഞാൻ 25 ഇങ്ങനെ എടുക്കുന്നു. ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 16 into 9 എന്ന് പറയുമ്പോൾ 144 ആണ്. മൈനസ് 24 into 12 എന്ന് പറയുമ്പോൾ 288 ആണ്. പ്ലസ് 16 into 9 എന്ന് പറയുമ്പോൾ again 144. x dash square. 144 plus 144 288 minus 288. ഇത് 0 ആയി മാറും. x dash square 0 ആയി മാറും. ഇനി അടുത്ത നമുക്ക് നോക്കാം. -9 into 24. 9 into 24 എന്ന് പറയുമ്പോൾ 216 -216. ഇവിടെ 1/25 ഉണ്ട് കേട്ടോ. 1/25 ഉണ്ട്. എല്ലാവരുടെയും ഡിനോമിനേറ്റർ ഉണ്ടല്ലോ. 1/25 216. -24 into 7. 24 into 7. That's 168 minus 168. അടുത്ത 16 into 24. 16 into 24. ഇനി അല്ല എങ്കിൽ വേറെ വഴിയുണ്ട്. നമുക്ക് ഈ വെറുതെ ഈ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതവിടെ ഈ ഒരു ഭാഗത്ത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, 1/25 എടുത്തു. പക്ഷെ എല്ലാ ടേമിലും എന്തുണ്ട്, 24 ഉണ്ട് കേട്ടോ. 24 എല്ലാ ടേമിലും 24 കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 24 കൂടെ മുകളിൽ കോമൺ എടുക്കും. ബാക്കി നമുക്ക് നോക്കാം. -9 -7 പ്ലസ് 16 x dash y dash. 24 കൊണ്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ, അത് നിങ്ങളുടെ ഇഷ്ടം.
ഞാനിപ്പോ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. 25 കോമൺ എടുത്ത പോലെ 24 എല്ലാത്തിലും കോമൺ ഉള്ളതുകൊണ്ട് 24 കോമൺ എടുത്തു. അപ്പൊ -9 -7 പിന്നെ +16. -9 -7 -16. -16 +16 0. ഓക്കെ, x ഡാഷ് y ഡാഷിന്റെ ആള് 0 ആയി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിട്ടും. ഇനി അടുത്ത് ഇവിടെ നോക്കുമ്പോൾ 1/25 കോമൺ ആണ്. വേറെ ആരെയും കോമൺ എടുക്കാൻ വകുപ്പില്ല. വേറെ ആരെയും കോമൺ എടുക്കാൻ വകുപ്പ് കാണുന്നില്ല. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ 9 ഇവിടെ 9 എടുക്കാൻ ഇവിടെ എടുക്കാൻ പറ്റില്ല. യാ, നമ്മൾ 1/25 കോമൺ എടുക്കുന്നു. ബാക്കി ചെയ്യാം. 9 × 9 81. 9 × 9 81. 24 × 12 288. 24 × 12 288. അടുത്ത 16 × 16. 16 × 16 256. 256. y ഡാഷ് സ്ക്വയർഡ്. y ഡാഷ് സ്ക്വയർഡ്. ബാക്കി എക്സ് ഡാഷിന്റെ ആൾക്കാര് 16 × 4. 16 × 4 64 -64. 12 × 3 is -36. 36 x dash. ഇനി പ്ലസ് 16 × 3. 16 × 3 is 48. minus 12 × 4 is 48 again. 12 × 4 is 48 again. Y dash plus 100 equal to 0. ഇത് 0 ആയി. അപ്പൊ എക്സ് ഡാഷിന്റെ ടേം ഇല്ല. ഇതും 0 ആയി. എക്സ് ഡാഷ് വൈ ഡാഷിന്റെ ടേം ഇല്ല. ഇത് 0 ആയി ആവത്തില്ല. ഇവിടെ 81 പ്ലസ് 288 പ്ലസ് 256 എന്ന് പറയുമ്പോൾ 625 വരും. 625/25 y dash square മൈനസ് 64 മൈനസ് 36 എന്ന് പറയുമ്പോൾ -100 ആണ്. -100 -100 x dash. -100 x dash. ഇത് 0 ആയി പോവും. ഇവിടെ ഇല്ല. +100 equal to 0. +100 equal to 0. 625/25 25 ആണ്. 25 y dash squared -100 x dash plus 100 equal to 0. plus 100 equal to 0. Done. അപ്പൊ ഞാനിവിടെ ഇയാളെ അപ്പുറത്തേക്ക് എടുക്കുകയാണ്. ഇയാളെ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 25 y dash squared is equal to -100x plus 100x dash ആവും. +100 -100. എന്നിട്ട് 25 കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. 25 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യാണ്. അപ്പോ y dash squared is equal to 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 x dash -1. 4x dash -4 ആണല്ലോ. 4 കോമൺ. ഡൺ. ഇതെന്ത് കോണിക്കാണെന്ന് തിരിച്ചറിയാമോ? ഇതെന്ത് കോണിക്കാണെന്ന് തിരിച്ചറിയാമോ? ഇത് പാരബോളയാണ്. ഇത് പാരബോളയാണ്. ഈ പാരബോളയാണ് നമ്മുടെ കോണിക്. ഈ പാരബോളയുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റ്. എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിൽ 1,0. എക്സ് ഡാഷ് -1 വൈ ഡാഷ് -0 ഹോൾ സ്ക്വയർ. അപ്പോ എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിൽ 1,0. ഇത് നമ്മുടെ എന്താണ്? തീറ്റ. സൈൻ തീറ്റ 3/5 ആണ്. സൈൻ തീറ്റ 3/5 ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 3/5 ആണ്. സൈൻ ഇൻവേഴ്സ് 3/5. സൈൻ ഇൻവേഴ്സ് 3/5 എന്ന് പറയുമ്പോൾ ഒരു 36 ഡിഗ്രി വരും. 36 ഡിഗ്രി വരും. വെയിറ്റ് എ സെക്കൻഡ്. അതൊരു 36 ഡിഗ്രി വരും. എന്താണ് 3/5. സൈൻ തീറ്റ ഈക്വൽ ടു 3/5 ആവുമ്പോൾ കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 37 ഡിഗ്രി. സൈൻ ഇൻവേഴ്സ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് നോക്കുമ്പോൾ 37 ഡിഗ്രി.
37 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന പാരബോള. 37 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന പാരബോള. വൈക്കാണ് സ്ക്വയർ വന്നിട്ടുള്ളത്, വൈക്കാണ് സ്ക്വയർ വരുന്നത്. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കണം, പോസിറ്റീവ് എക്സ് ആക്സിസിലോട്ട് തിരിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ റഫ് ഫിഗർ വരയ്ക്കാൻ പോവാണ്. റഫ് ഫിഗർ ആദ്യം വരയ്ക്കുന്നത് നമ്മുടെ യഥാർത്ഥ എക്സ് ആക്സിസും വൈ ആക്സിസും. നമ്മുടെ ഒറിജിനൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇനി ഒരു 36 ഡിഗ്രി ചരിഞ്ഞിരിക്കണം, 36 ഡിഗ്രി ചരിഞ്ഞിരിക്കണം. ഓൾമോസ്റ്റ് ഇത്ര വരും, ഓൾമോസ്റ്റ് ഇത്ര വരും. 36 ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനൊത്ത പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ, പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ. ഡൺ. അപ്പൊ അയാളെ വരച്ചു. ഇനി നമുക്ക് ഇവിടെ 1,0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം, 1,0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1,0 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാണ്. 1,0 എന്ന പോയിന്റ് ഇയാളാണ്. പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് തുറന്നിരിക്കുക, പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് തുറന്നിരിക്കുക. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോ നമുക്ക് പഴയ രീതിയിൽ വരയ്ക്കാം, ബോക്സ് ഒക്കെ വരച്ചിട്ട് വരയ്ക്കാം. ഞാൻ അതിലേക്ക് പോയില്ല, ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചതേ ഉള്ളൂ. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പാരബോള, ഇതാണ് നമ്മുടെ പാരബോള. കഴിഞ്ഞു. അപ്പൊ അതിലേക്ക് വരയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് 2 ഡിസ്റ്റൻസ്, ഇവിടെ 4 ആണ്, 4 ആണ്. അപ്പൊ 4 ആണ്, പി വാല്യൂ 1 ആണ്. അപ്പൊ മുകളിലേക്ക് 2 2 ഡിസ്റ്റൻസ് മുകളിലേക്ക് വരയ്ക്കണം, 2 ഡിസ്റ്റൻസ് താഴേക്ക് വരയ്ക്കണം, ഫ്രണ്ടിലേക്ക് 1 ഡിസ്റ്റൻസ് വരയ്ക്കണം. അങ്ങനെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം. റെക്ടാങ്കിളിന്റെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ പുറത്തു പോകുന്ന രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാൻ വരയ്ക്കാൻ. ഇതാണ് നമ്മുടെ റിക്വയർഡ് പാരബോള. ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ നമുക്ക് ജിയോജിബ്ര വരച്ച് ജിയോജിബ്രയിൽ ഒറിജിനൽ ഇക്വേഷൻ ഉപയോഗിച്ച് ഇയാളെ കൺഫേം ചെയ്യാനും പറ്റും. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഓക്കെ, മനസ്സിലായോ? ഇത് സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇതൊരു ലോങ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഒരു ലോങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കാര്യമായി കോൺസെൻട്രേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ കുഴപ്പത്തിൽപ്പെടും. അതുകൊണ്ട് കാര്യമായി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്. ഇനി ഞാനിവിടെ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. ജസ്റ്റ് വേറൊന്നുമല്ല, തന്നോയിക്കും. നിങ്ങൾ ഇയാളെല്ലാം സോൾവ് ചെയ്ത് വന്നതിന് ശേഷം അതായത് എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്തു കഴിഞ്ഞു, എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് മുന്നേ തന്നെ ഏതായിരിക്കും കോണിക് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ ഈ എക്സ് ടേമിനോ വൈ ടേമിനോ മാത്രമേ സ്ക്വയർ ഉള്ളൂ, അതായത് ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, മറ്റേ ആൾക്ക് സ്ക്വയർ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു പാരബോള ആയിരിക്കും. നിങ്ങളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്യുക, അതിനുശേഷമേ അത് പറയാൻ പറ്റൂ. അതിന് മുൻപേ അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ എക്സിനും വൈക്കും സ്ക്വയർ ഉണ്ട്, എക്സിനും വൈക്കും സ്ക്വയർ ഉണ്ട്. അതാ എക്സിനും സ്ക്വയർ ഉണ്ട്, വൈക്ക് സ്ക്വയർ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് പാരബോളയായിരുന്നു. ഞാൻ ഈ ഇക്വേഷന്റെ കാര്യമല്ല പറയുന്നത്. എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ഈ ഇക്വേഷന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഈ ഇക്വേഷന്റെ കേസ് അവിടെ ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂവെങ്കിൽ അത് പാരബോളയാണ്. ഇനി 2 പേർക്കും സ്ക്വയർ ഉണ്ട്, 2 പേർക്കും സെയിം സൈൻ ആണ്. എക്സ് സ്ക്വയർ ടേമും ഉണ്ട്, വൈ സ്ക്വയർ ടേമും ഉണ്ട്,
രണ്ടുപേർക്കും സെയിം സൈൻ, അതായത് രണ്ടുപേരും പ്ലസ് അല്ലെങ്കിൽ രണ്ടുപേരും മൈനസ്, അങ്ങനെയാണെങ്കിൽ അത് എലിപ്സ് ആണ്. ഇനി അടുത്ത് രണ്ടുപേർക്കും സ്ക്വയർ ഉണ്ട്, രണ്ടുപേർക്കും വെവ്വേറെ സൈൻ ആണെങ്കിൽ അത് ഹൈപ്പർബോളയാണ്. അത് ഹൈപ്പർബോളയാണ്. ബട്ട് നേരത്തെ ഒന്ന് നിങ്ങൾക്ക് ഒരു 4 സ്റ്റെപ്പ് മുൻപ് അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമ്മൾ എക്സ് ഡാഷ് വൈ ഡാഷ് ടേം ക്യാൻസൽ ഔട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ സ്ക്വയർ ഉള്ളൂ, മറ്റേ ആൾക്ക് സ്ക്വയർ ഇല്ല എങ്കിൽ അതൊരു പാരബോളയാണ്. രണ്ടുപേർക്കും സ്ക്വയർ ഉണ്ട്, രണ്ടുപേർക്കും സെയിം സൈൻ ആണെങ്കിൽ അത് എലിപ്സ് ആണ്. രണ്ടുപേർക്കും സ്ക്വയർ ഉണ്ട്, രണ്ടുപേർക്കും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അത് ഹൈപ്പർബോളയാണ്. അതാണ് നമ്മുടെ കാര്യം. ഓക്കെ, ശരി. അപ്പോ നിങ്ങൾക്ക് 10.5 ക്വസ്റ്റ്യൻ നമ്പർ 3 to 12 ക്വസ്റ്റ്യൻ നമ്പർ 3 to 12 ഹോംവർക്ക് ആണ്. 10.5 ക്വസ്റ്റ്യൻ നമ്പർ 3 to 12 ഹോംവർക്ക് ആണ്. ഇന്ന് തന്നെ അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ തറവായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആ സെക്ഷനിലുള്ളത്. നമുക്കത് മുഴുവനും ചെയ്യേണ്ടി വരും, കാരണം അത് അത്രയും ക്ലിയർ ആകാനുണ്ട്. അതുകൊണ്ട്